ഡൽഹിയിലെ അഫ്ഗാൻ എംബസിയിൽ താലിബാൻ സ്ഥിരം പ്രതിനിധി വരുന്നു. ഡൽഹിയിലെ അഫ്ഗാൻ എംബസിയിൽ താലിബാൻ നയതന്ത്ര പ്രതിനിധിയെ നിയമിക്കും. 5 വർഷത്തിനു ശേഷമാണ് ഇന്ത്യയിൽ താലിബാൻ സ്ഥിരം പ്രതിനിധി എത്തുന്നത്. അഫ്ഗാനിസ്ഥാനും താലിബാനും തമ്മിലുള്ള ഇന്ത്യയുടെ തുടർച്ചയായ ചർച്ചകൾക്കൊടുവിലാണ് ഈ തീരുമാനം. ഇന്ത്യ താലിബാൻ ബന്ധം ശക്തമാകുന്നു എന്ന സൂചനയാണ് ഇത് എന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. താലിബാന്റെ വിദേശകാര്യ മന്ത്രാലയത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥനായ മുഫ്തി നൂർ അഹമ്മദ് നൂർ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ഇന്നോ വരും ദിവസങ്ങളിലോ തന്നെ അദ്ദേഹം താലിബാൻ ഭരണകൂടത്തിന്റെ സ്ഥിരം പ്രതിനിധിയായി ചുമതലയേൽക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിലെ വൃത്തങ്ങൾ സൂചിപ്പിച്ചു. അതേസമയം ഡൽഹിയിലെ അഫ്ഗാൻ എംബസിയിൽ പഴയ ജീവനക്കാർ തന്നെ തുടരുമെന്ന് അഫ്ഗാന്റെ പതാക നിലനിർത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. 2020ഓടെ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിൽ എത്തിയതിനു പിന്നാലെ ഇന്ത്യയിലെ എംബസിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കുകയായിരുന്നു. സാമ്പത്തിക ഞെരുക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ നടപടി. 5 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഡൽഹിയിൽ അഫ്ഗാനിസ്ഥാന്റെ എംബസി പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇത് ഇന്ത്യയും താലിബാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ കൂടുതൽ ദൃഢവും ഊഷ്മളവുമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള പ്രത്യേകിച്ച് മാനുഷിക ആരോഗ്യ മേഖലകളിലെ ഇടപെടൽ കൂടുതൽ ആഴത്തിലാക്കാനുള്ള വിശാലമായ ശ്രമത്തിനിടയിലാണ് ഈ നിയമനം. പാകിസ്ഥാനുമായുള്ള ബന്ധം വഷളായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അഫ്ഗാനിസ്ഥാന്റെ ഔഷധ ആവശ്യങ്ങൾക്ക് ഇന്ത്യ ഒരു പ്രധാന ബദൽ പങ്കാളിയായി ഉയർന്നു വരികയാണെന്ന് ഡിസംബർ 20-ന് അഫ്ഗാനിസ്ഥാന്റെ പൊതുജനാരോഗ്യ മന്ത്രി മൗലവി നൂർ ജലാൽ ജലാലി പറഞ്ഞു. ഇന്ത്യയുമായുള്ള സഹകരണത്തിന്റെ ഒരു പുതിയ അധ്യായം തുറക്കാൻ അഫ്ഗാനിസ്ഥാൻ ആഗ്രഹിക്കുന്നുവെന്ന് ജലാലി വ്യക്തമാക്കി. ദീർഘകാല ബന്ധങ്ങളെയും വിശ്വസനീയമായ ആരോഗ്യ പങ്കാളി എന്ന നിലയിൽ ഇന്ത്യയുടെ പങ്കിനെയും എടുത്തു കാണിക്കുന്നു. ഇന്ത്യയുമായി ഞങ്ങൾക്ക് ശക്തമായ ബന്ധമുണ്ട്. സഹകരണത്തിന്റെയും ഒരു പുതിയ അധ്യായം തുറക്കാൻ ഞങ്ങൾ ഇവിടെയുണ്ട്. പാകിസ്ഥാന്റെ കാര്യം വരുമ്പോൾ ബന്ധം വഷളായിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന 2ാം ലോകാരോഗ്യ സംഘടനയുടെ പരമ്പരാഗത വൈദ്യശാസ്ത്ര ആഗോള ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ഇന്ത്യ സന്ദർശിച്ച വേളയിലാണ് അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ നടത്തിയത്. സന്ദർശന വേളയിൽ ഉഭയകക്ഷി ഇടപെടലിന്റെ പ്രധാന സ്തംഭമായി ദീർഘകാല മരുന്നുകളുടെയും ആരോഗ്യ സഹായത്തിന്റെയും വിതരണത്തിൽ ഊന്നൽ നൽകിക്കൊണ്ട് അഫ്ഗാനിസ്ഥാന് തുടർച്ചയായ മാനുഷിക പിന്തുണ നൽകുന്നതിനുള്ള പ്രതിബദ്ധത ഇന്ത്യ ആവർത്തിച്ചുറപ്പിക്കുകയും ചെയ്തു. ഇന്ത്യയിലേക്കുള്ള ആദ്യ ഔദ്യോഗിക സന്ദർശനത്തിൽ വിദേശകാര്യ മന്ത്രാലയം ജലാലിയെ സ്വാഗതം ചെയ്തതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം. പ്രാദേശിക ചലനാത്മകത മാറിക്കൊണ്ടിരിക്കുമ്പോഴും അഫ്ഗാനിസ്ഥാനിലേക്കുള്ള ന്യൂഡൽഹിയുടെ തുടർച്ചയായ മാനുഷിക ഇടപെടലിന് ഇത് അടിവരയിടുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഔദ്യോഗിക കൈമാറ്റങ്ങളുടെ വിശാലമായ ഒരു മാതൃകയുടെ ഭാഗമായിരുന്നു ഈ സന്ദർശനം. 2025 ഒക്ടോബറിൽ താലിബാൻ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്തതിനു ശേഷം അഫ്ഗാനിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി ആദ്യമായി ഇന്ത്യ സന്ദർശിച്ചു. ആ സന്ദർശന വേളയിൽ ANIയോട് സംസാരിച്ച മുത്തഖി പറഞ്ഞു, ഇതുവരെയുള്ള യാത്ര വളരെ മികച്ചതായിരുന്നു. ദാറുൽ ഉലൂമിലെ ജനങ്ങൾ മാത്രമല്ല, പ്രദേശത്തെ എല്ലാ ജനങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ എനിക്ക് നൽകിയ ഊഷ്മളമായ സ്വീകരണത്തിന് ഞാൻ നന്ദിയുള്ളവനാണ്. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ദീർഘകാല വിസ തടസ്സങ്ങൾ പരിഹരിച്ചതായും അഫ്ഗാൻ പൗരന്മാർക്ക് വൈദ്യ ചികിത്സയ്ക്കും ബിസിനസ് ആവശ്യങ്ങൾക്കും ഇന്ത്യൻ വിസകൾ ലഭിക്കാൻ അനുവദിക്കുന്നതായും നവംബർ 24-ന് അഫ്ഗാനിസ്ഥാൻ വാണിജ്യ വ്യവസായ മന്ത്രി അൽഹാജ് നൂറുദ്ദീൻ അസീസി പ്രഖ്യാപിച്ചു. 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് ശേഷം ഒരു പത്രസമ്മേളനത്തിൽ സംസാരിക്കവേ ഈ സേവനങ്ങൾ സുഗമമാക്കുന്നതിൽ അഫ്ഗാൻ എംബസി ഒരു പ്രധാന പങ്ക് വഹിക്കുമെന്നും കാബൂളിലെ ഇന്ത്യൻ എംബസി അഫ്ഗാൻ പൗരന്മാരെ പിന്തുണയ്ക്കുന്നതിനുള്ള പരിപാടികൾ വികസിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ പശ്ചാത്തലത്തിൽ ന്യൂഡൽഹിയിലെ അഫ്ഗാൻ എംബസിയിലേക്ക് നൂർ അഹമ്മദ് നൂറിനെ നിയമിച്ചത് ഇരുപക്ഷവും മാനുഷിക സഹായങ്ങളിലൂടെയും ഔദ്യോഗിക കൈമാറ്റങ്ങളിലൂടെയും ഇടപഴകുന്നത് തുടരുന്നതിനാൽ പുതുക്കിയ നയതന്ത്ര മുന്നേറ്റത്തിന്റെ സൂചനയാണ് നൽകുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.